ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഉലുവക്കഞ്ഞി ആയാലോ. അതിനായി 4-5 തേറ്റാങ്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഞവരയരി, 1/2 കപ്പ് ഉലുവ, പിന്നെ എടുത്തത് 1 ടേബിൾ സ്പൂൺ അയമോദകം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കഴുകിയെടുക്കണം. പിന്നെ ഇത് ആജാളിയാണ്, ഇത് സെപ്പറേറ്റായിട്ട് നമ്മൾ കഴുകണം. പിന്നെ നമുക്കിത് തേറ്റാങ്കുരു ഒന്ന് ചതച്ചെടുക്കണം. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി ഇത്, തേറ്റാങ്കുരു ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുത്ത് കുതിർക്കാനിട്ടെങ്കിൽ മാത്രമേ ഇത് കുതിർന്ന് വരൂ, വെന്തും കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ചതച്ച് നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുതിരാനായി വെക്കാം. ഇതൊരു രാത്രി മുഴുവനായി കുതിരാൻ വെക്കണം. പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഞവരയരിയും ഉലുവയും അയമോദകവും ഇതും നന്നായി കഴുകിയിട്ട് ഒരു രാത്രി കുതിരാനായി വെക്കണം. ആജാളി നമ്മൾ സെപ്പറേറ്റായിട്ട് കഴുകുക. എന്നിട്ട് അത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കുന്നത് രാവിലെ ഇതുപോലെ കുതിർത്ത് വെക്കുക, രാവിലെ ഉണ്ടാക്കുന്നത് രാത്രി കുതിർത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നന്നായി വേവിച്ചെടുക്കണം. തേറ്റാങ്കുരും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു വിസിൽ വന്ന് അതിന് ശേഷം അത് സിമ്മിലാക്കിയിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി വേവണം. നന്നായി വെന്തിട്ടില്ല എന്ന് കണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്തിട്ട് വീണ്ടും വേവിക്കണം. വെന്ത ശേഷം നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പിന്നെ നമ്മളിതിൽ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങാപ്പാൽ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഉലുവക്കഞ്ഞി റെഡിയായി. അപ്പോൾ ഇത് കുടിക്കേണ്ടത് ഒന്നുകിൽ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട് ഉലുവക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 1 മാസം മുഴുവനും, അതായത് കർക്കിടകം തീരുന്നത് വരെ, കർക്കിടകം സ്റ്റാർട്ട് ചെയ്ത് കർക്കിടകം തീരുന്നത് വരെ നമുക്കിങ്ങനെ കുടിക്കാം. ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാറ്. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ കഴിക്കണം. ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം, അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് ഇത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. അതുവരേക്കും ബൈ.